പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AMCSFNCK വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ഇന്ന് 29/7/2024 വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇതുവരെയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രിയോടുകൂടി അലോട്ട്മെൻറ്റ് വരും എന്നാണ് AMCSFNCK ഓഫീസിൽ നിന്ന് അല്പസമയം മുമ്പ് അറിയിച്ചത്. ഈ ഒരു വീഡിയോ വഴി AMCSFNCK അഡ്മിഷൻ ഡീറ്റെയിൽസുകളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ SPMA അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. AMCSFNCK ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമാണ്. ഓൺലൈനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തണം. 25,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് നിങ്ങൾ നൽകേണ്ടത്. ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകുന്നതായിരിക്കും. ടോക്കൺ ഫീ ആയി നൽകുന്ന ഈ ഒരു 25,000 രൂപ നിങ്ങളുടെ കോഴ്സ് ഫീസിലേക്ക് പരിഗണിക്കുന്നതാണ്. ആദ്യ വർഷം 96,000 രൂപയാണ് വരിക. പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഒരു 93,000 രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത്. LBS വഴി സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാൽ നൽകേണ്ട അതേ തുക തന്നെ ഇതിലും ഫീസായി നൽകിയാൽ മതിയാകുന്നതാണ്. പക്ഷേ ഹോസ്റ്റൽ, ബുക്സ്, യൂണിഫോം ഇതുമായെല്ലാം ബന്ധപ്പെട്ട തുകകൾ നിങ്ങൾ ഇതിൻ്റെ പുറമെ കാണേണ്ടി വരുന്നതാണ്. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും ഈ പറഞ്ഞിരിക്കുന്ന 90,000 മുകളിൽ വരുന്ന തുക നൽകേണ്ടി വരുന്നതാണ്. ഇനി പലർക്കും അറിയേണ്ടത് ഈ ഒരു തുക റീഫണ്ടായിട്ട് തിരികെ ലഭിക്കുമോ, LBSൽ അഡ്മിഷൻ ലഭിച്ചാൽ തിരികെ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ പറയുന്ന ഒരു നിശ്ചിത ഡേറ്റിനകം നിങ്ങൾ ഈ ഒരു സീറ്റ് ഒഴിവാക്കി LBS അഡ്മിഷനായിട്ട് പോവുകയാണ് എങ്കിൽ മാത്രമേ നിങ്ങൾ നൽകിയിട്ടുള്ള തുക തിരികെ ലഭിക്കുകയുള്ളൂ. നിലവിൽ ആ ഒരു ഡേറ്റ് വെബ്സൈറ്റിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണ വർഷങ്ങളിൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റ്സുകളും ബാക്കിയുള്ള ഫീസുമായിട്ട് പോകേണ്ടി വരിക. അങ്ങനെ അഡ്മിഷനായിട്ട് പോകുമ്പോൾ ഫീ റീഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ഉറപ്പുവരുത്തുന്നത് ഉചിതമായിരിക്കും. ഇനി അടുത്തതായി SPMA അഡ്മിഷനുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലേക്കുള്ള അഡ്മിഷനായി വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റുകളൊന്നും വരുന്നതല്ല. നിങ്ങൾ അപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള കോളേജുമായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്. ഓരോ കോളേജിലും ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഓരോ കോളേജുകാർക്കും SPMA വെബ്സൈറ്റിൽ നിന്ന് നൽകിയിട്ടുണ്ട്. റാങ്കിൽ മുന്നിലുള്ള വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹമുണ്ട് എങ്കിൽ കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ റാങ്കിൽ അടുത്ത വിദ്യാർത്ഥിയെ അവർ ബന്ധപ്പെട്ട് അഡ്മിഷൻ നൽകപ്പെടുന്നതായിരിക്കും. ഇവിടെയും നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയ ഫീസ് സാധാരണ വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകാറുണ്ട്. എന്നാലും ഈ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ലഭിക്കാൻ വേണ്ടി അഡ്മിഷൻ സമയത്ത് കോളേജിൽ സംസാരിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.